Hello, welcome to the village of Imanam. As part of this documentary film, we are asking people in Imanam a few questions about themselves and the village, and hoping that by showcasing these videos, it is beneficial in one way or the other to people who watch it. So, as part of today's interview, we have Mr. John Kurian, who is my uncle. He lives near Kalumada Bridge, and he is the person who we will be asking a few questions to. Because he is my uncle, I don't want to describe him with too many beautiful words, but he is very dear and very special. And so, first off, I would like. Okay, anyways, fine. അപ്പോൾ നമ്മൾ ഈ ബാക്കി ഇൻ്റർവ്യൂ ഇനി മലയാളത്തിലായിരിക്കും. ഇതിൻ്റെ ഇൻ്റർവ്യൂയുടെ ഭാഗമായിട്ട് ആദ്യത്തെ ചോദ്യം പപ്പയോട് ചോദിക്കുന്നത്, പപ്പ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ പപ്പയെക്കുറിച്ച്. പപ്പ ആരാണ്, എന്തോ ആയിരുന്നു, എന്താണ് ഇപ്പോൾ പപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ഒരു സ്മോൾ ഒരു ഇൻട്രഡക്ഷൻ. സ്മോൾ ആണെങ്കിലും ലാർജ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു സാധാരണ പയ്യൻ. എൻ്റെ അപ്പന് ടി എസ്റ്റേറ്റ് ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപാലത്ത് അവിടെ വളർന്നു. വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് നെല്ലിയാമ്പതി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ വീട് തടിയൂർ, അവിടെ സ്കൂളിങ്. അത് കഴിഞ്ഞ് അപ്പൻ്റെ പെങ്ങളുടെ വീട്ടിലൊക്കെ ആയിരുന്നു പഠിച്ചത്, പള്ളത്ത്. അത് കഴിഞ്ഞ് അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചു, അത് അയ്മനത്ത്. പിന്നെ അത് കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സിറ്റി മാർഗാനേഴ്സ് കോളേജ്, അതിന് ഡിഗ്രി CMS കോളേജ്. അങ്ങനെ ഫിസിക്സ് മാത്സ് എടുത്തിട്ട് ഒരു ഡിഗ്രി പാസ്സായി. പിന്നെ പല ജോലികൾ തപ്പിയ കൂട്ടത്തിൽ 2-3 ജോലികൾ കിട്ടി. അത് ഞാൻ ജോയിൻ ചെയ്ത് അസോസിയേറ്റ് സിമെൻറ്റ് കമ്പനിയിൽ ഒരു ഫോർമാൻ ട്രെയിനി ആയിട്ട് കയറി. ഒരു 150 രൂപ ശമ്പളത്തിൽ കയറി. അവിടുന്ന് ഓരോരോ പടിപടിയായിട്ടൊരു മേലോട്ട് പോയി. അവരൊരു ബോണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് 10 വർഷം ACCയിൽ ഫോർമാനായി ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് സൗദി സിമെൻറ്റ് കമ്പനിയിലൊരു ഫോർമാനായിട്ട് തന്നെ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഇവിടുത്തെ വർക്ക്ഷോപ്പ് എഞ്ചിനീയറായി, ഒരു സീനിയർ എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത് തിരിച്ച് അയ്മനത്ത് നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഇതാണ് എന്നെ സിമെൻറ്റ് ഫീൽഡിലാണ് എൻ്റെ 41 വർഷത്തിന് മേലെയുള്ള ജീവിതം സിമെൻറ്റ് ഫാക്ടറിയിൽ ചിലവാക്കി. ആ ഫീൽഡിൽ അത്യാവശ്യം ഒരു നല്ലൊരു എഞ്ചിനീയർ എന്നുള്ള പേരോടുകൂടി തിരിച്ചു പോന്നു. തിരിച്ച് നാട്ടിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ജന്മനാട് അപ്പച്ചനമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഇവിടെ തന്നെ വന്നുകൊണ്ടിരുന്നു. ഇവിടെ കണക്റ്റഡായി ഇവിടെ തന്നെ താമസിക്കുന്നു തീരുമാനിച്ചു, ഇവിടെ താമസിച്ചു. അത്ര മക്കളൊക്കെ സൗദി അറേബ്യയിൽ പഠിച്ചു. വൈഫിന് സൗദി അറേബ്യ ജോലി ഉണ്ടായിരുന്നു, സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, ഇന്ത്യൻ സ്കൂളിൽ. മക്കളൊക്കെ സൗദി പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എല്ലാവരും ചെറിയ ചെറിയ ജോലിയിൽ ബാംഗ്ലൂരായിരുന്നു. പിന്നെ നല്ല ജോലി കിട്ടാനായിട്ട് ഓരോരുത്തർ പതുക്കെ പോയി. ഇപ്പം 4 മക്കളോട് 4 പേരും ഇന്ത്യക്ക് വെളിയിലായി. എല്ലാവരും അത്യാവശ്യം നല്ല ഒരുമാതിരി നല്ല നിലയിലായി. അത്യാവശ്യം ഞങ്ങളെ സ്നേഹിക്കുന്നു, ആവശ്യത്തിന് വരുന്നു. സന്തോഷം. ഞങ്ങൾ 2 പേരും സുഖമായിട്ടിരിക്കുന്നു. വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റുണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നല്ല കേരളത്തിലെല്ലാ ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങളുണ്ട്. അയ്മനത്തിനടുത്ത് തന്നെയാണ്. ഇവിടുത്തെ പല ഹോസ്പിറ്റലുണ്ട്. കാരിത്താസ് ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ഓൺകോളജി നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. സന്തോഷം. ഞങ്ങൾ 2 പേരും സന്തോഷമായിട്ട് ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ഇവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ച് ഇരിക്കുന്നു. Okay. So the charge, everything is good, right? Yeah, okay. അപ്പം അടുത്ത ചോദ്യം ഇതിൻ്റെ ഭാഗമായിട്ട്, പപ്പയ്ക്ക് കോട്ടയവും കേരളവും ഇഷ്ടമാണോ, എന്തുകൊണ്ടാണെന്ന് അത് ചെറുതായിട്ട് പപ്പ പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഇച്ചിരി കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ. കോട്ടയവും കേരളവും, ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ ജനിച്ചുകൊണ്ടായിരിക്കുമല്ലോ. സാധാരണ നമ്മൾ ജനിച്ച സ്ഥാനമുള്ളൊരു സ്നേഹം ഉണ്ടായിരിക്കണമല്ലോ. രണ്ടാമതായിട്ട് കോട്ടയത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കേരളം പൊതുവെ എല്ലാവരും ഉൾക്കൊള്ളുന്ന കൾച്ചറാണെങ്കിൽ പോലും ഈ കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാനിപ്പോൾ കോട്ടയത്ത് വളർന്ന് നമ്മളൊരു നോക്കുകയാണെങ്കിൽ എല്ലാവരും സാധാരണ ക്രിസ്ത്യാനികളെല്ലാം പള്ളിയിൽ പോകണു. ഹിന്ദുക്കൾ എല്ലാ ദിവസവും വെളുപ്പിനൊക്കെ ആകുമ്പോൾ പഴയ കാലത്ത് കൂടുതലായിട്ടും ആറ്റിപ്പോയി കുളിച്ച് ഈറനണിഞ്ഞ് ഈ നമ്മുടെ നരസിംഹ ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ പോകുന്നു.
മുസ്ലിം പള്ളികൾ വാങ്കുവിളിക്കുന്നു, സമയത്ത് പോകുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ, ആ ഒരു റിച്വൽസ് കഴിഞ്ഞാൽ യാതൊരു വേർതിരിവും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ട് വേർതിരിവിലൂടെ ഞാൻ കൊച്ചി നാളിലൊട്ടും കണ്ടിട്ടില്ല, ഇപ്പോഴും കൂടുതലായിട്ട് കാണുന്നില്ല. ചിലർ ഡെവലപ്പ് ആക്കാൻ നോക്കിയാലും അങ്ങനെ കൂടുതലായിട്ട് വ്യത്യാസങ്ങൾ ഡെവലപ്പ് ആകുന്നില്ല. അത് എനിക്കൊരു വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നുന്നു. ഇപ്പോഴത്തെ കോട്ടയം എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്പലത്തിലെ തിരുനക്കര അമ്പലത്തിൽ എനിക്ക് തോന്നുന്നു ഒരു അവരുടെ ഉത്സവത്തിന് വരുന്ന പണം ഹിന്ദുക്കളെക്കാട്ടിലും കൂടുതൽ ഒരു പക്ഷേ ക്രിസ്ത്യാനികളുടേതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കണക്കുകൾ തന്നെ, ഞാൻ വല്ല തെറ്റ് പറയുന്നുണ്ട്, ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ മണർകാട്ട് പള്ളിയിൽ ഞങ്ങൾ പള്ളിയിൽ വരുമാനം നോക്കിയാൽ ഒരു പക്ഷേ ക്രിസ്ത്യാനികളെക്കാട്ടിലും കൂടുതൽ വരുമാനം വരുന്ന ക്രിസ്ത്യാനികളല്ലാത്തവരിൽ നിന്നായിരിക്കാം എന്ന് പറഞ്ഞ ഒരു രീതിയിലുള്ള ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ തന്നെ നമ്മുടെ എരുമേലിയിൽ അവിടെ പേട്ടത്തോളിന് പോകുമ്പം ശബരിമല പോകുന്നവർ അവിടെ വാവര കാക്ക അവിടെ മുസ്ലിം പള്ളി ചേർന്നിട്ട് പോകുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഉള്ളൊരു ക്ലൈമറ്റ് പണ്ട് കാലം തൊട്ടേ കോട്ടയത്തുണ്ടായിരുന്നു, ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതൊരു വലിയൊരു അഭിമാനിക്കാവുന്ന കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ നമുക്ക് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മിയാക്കസറി കോട്ടയത്തെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസം കോട്ടയത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പം സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തത് കോട്ടയത്താണ്. 1818 CMS ഹൈസ്കൂൾ. എനിക്ക് അവിടെ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അവിടുത്തെ കൾച്ചറും CMS കോളേജിലാണ് ഞാൻ ഡിഗ്രി എടുത്തത്. അപ്പോൾ അവിടുത്തെ ഗ്രേറ്റ് ഹോൾ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റേജാണ്. ആ സ്റ്റേജിലൊക്കെ പല വൺ ആക്ട് പ്ലേ ഫങ്ഷനൊക്കെ ഞാൻ പങ്കെടുത്തു. എനിക്കിപ്പം പലരെയും നേരിട്ടാണ് സംസാരിക്കാനുള്ള കഴിവോ സ്റ്റേജ് ഫ്രൈറ്റ് ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതും ഒക്കെ CMS കോളേജിൽ നിന്ന് കിട്ടിയ ഒരു തൻ്റെടമാണ്. അപ്പോൾ ഈ കോളേജിൽ നമുക്ക് ആ ഒരു ലെജൻഡറി ഇതില്ലേ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത്. കേരളത്തിലെ ഏറ്റവും ആദ്യം, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം 100% ലിറ്ററസി ആയ ടൗണാണ് കോട്ടയം ടൗൺ. അത് കഴിഞ്ഞ് കോട്ടയം ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ കേരളം മുഴുവനായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു ലീഡിങ് ഇതാണ്. നമ്മുടെ പ്രസിഡന്റ് നാരായണനെ പോലെയുള്ള ആൾക്കാർ, കോട്ടയത്തിന് KPS മേനോനെ പോലുള്ള ആൾക്കാർ കോട്ടയത്തിൻ്റെ മക്കളായിട്ട് ഇവിടെ വളർന്ന് നിലയിലെത്തിയ ആൾക്കാരാണ്, കോട്ടയത്തിൻ്റെ കൾച്ചറിൽ വളർന്ന ആൾക്കാരാണ്. അപ്പം വലിയ വലിയ കലാകാരന്മാർ, ഇപ്പോൾ അരുന്ധതി റോയി, ഇപ്പോൾ അയ്മനത്തിൻ്റെ കുട്ടിയാണ്, ഇപ്പം നാടക ആചാര്യൻ NM പിള്ള, ഇതൊക്കെ നമുക്ക് വിട്ടാൽ അവരൊക്കെ നമുക്ക് ബഹുമാനിച്ചല്ലേ പറ്റും. അതുപോലെ വലിയ രീതികളിലൊക്കെ നമ്മൾ ഒത്തിരി ആൾക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മണ്ണിൻ്റെ മണമുള്ള ആൾക്കാർ ധാരാളമുണ്ട്. ഇവരെല്ലാം ജാതിയോ മതമോ ഒന്നും നോക്കി ആ ഒരു രീതിയിലല്ല, ഇവർ വളരെ ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമുക്കുണ്ടായിട്ടുള്ളത്. പാർട്ടികൾ തമ്മിലാണെങ്കിലും ഇവിടെ നമ്മളങ്ങനെ വലിയ ഫ്രിക്ഷനോ കാര്യങ്ങളോ വഴക്കുകളോ കത്തിക്കുത്തോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം. നമ്മുടെ മീനച്ചിലാറിൻ്റെ തീരത്ത് എനിക്കിപ്പോൾ വളരെ സന്തോഷമാണ്. ആറ്റി കുളിക്കാൻ എല്ലാം ഒരു സൗകര്യമല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം ഒരു ഈശ്വരാനുഗ്രഹം. നല്ല സാധാരണഗതിയിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളെ വെച്ച് പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇച്ചിരി മോഡറേറ്റായിട്ടുള്ള ക്ലൈമറ്റ്. ഈ വീട്ടിൽ എന്നെ സംബന്ധിച്ച് ഞാൻ AC ഉപയോഗിക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും AC ഇല്ലാതെ ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഈ വലിയ ഈ ചൂടൊക്കെ സഹിക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ചിലർ സഹിക്കാൻ മേലത്തേർ കാണും. ഞങ്ങളിതായിട്ട് അഡ്ജസ്റ്റായിട്ട് ജീവിച്ചു പോകുന്നത്. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടുത്തെ മഴയും പ്രശ്നമില്ല, വെയിലും പ്രശ്നമില്ല എന്നാണ് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇതാണ്. എത്ര നാളായി പപ്പ ഇവിടെ ജീവിക്കുന്നു? ഇത് കുടുംബസ്ഥലമാണോ? എങ്ങനെയാണ് ഈ വീടും പറമ്പും ഉണ്ടായത്? അത് പറഞ്ഞാൽ വീട് എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ ഒരു വീട് ഉണ്ടായിരുന്നു, അവരുടെ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുളിക്കുറുമ്പ് കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒത്തിരി ഏരിയ ചെങ്ങള സൈഡിലുള്ള ഒരു, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഞാൻ അത്രയും സ്ഥലമുള്ള വേറെ കുടുംബക്കാർ തന്നെ കുറവായിരിക്കും. അതെല്ലാം വീതിച്ച് ചെറുതായി. വീട്ടിൽ ഞാൻ വീട്ടിൽ മൂത്തതായിരുന്നു. പെങ്ങന്മാർ 5 പേര്, അനിയൻ പഠിക്കുന്നു. അപ്പോൾ സാഹചര്യങ്ങൾ വന്ന് ആ ഫാദറിന്
അപ്പച്ചന് മേലാതെ വന്നു. അപ്പോൾ നമ്മൾ എനിക്കുള്ള പറമ്പോടെ വിറ്റിട്ടാണ് പല കാര്യങ്ങളും നടത്തിയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെറിയ ജോലി കയറി. അത് കഴിഞ്ഞ് ഒരു ബൈ ഗോഡ്സ് ഗ്രേസ് സൗദി അറേബ്യയിൽ പോയി. അവിടെ വെച്ചൊരു കാശായപ്പോൾ ഈ പറമ്പ് വാങ്ങി വീട് വെച്ചു. കൂടുതൽ സൗകര്യമായി. ഇതെല്ലാം ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടായിപ്പോയി. പക്ഷേ ബേസിക്കലി അയ്മനത്തോടുള്ള സ്നേഹമുണ്ട്. ഇതും അയ്മനം തന്നെ. പണ്ടത്തെ ഞാൻ വിറ്റ സ്ഥലങ്ങളും അയ്മനം തന്നെ. ഇപ്പം കിട്ടിയ സ്ഥലം അതിലും നല്ല സ്ഥലം തന്നെ അയ്മനത്ത് തന്നെ. അപ്പോൾ അയ്മനത്ത് തന്നെ ജീവിക്കുക എന്നുള്ളതുകൊണ്ട് പത്ത് കൂടുതലായിട്ട് വലിയൊരു ഇതൊന്നും അത് അയ്മനമായിട്ട് അങ്ങനത്തോളം എനിക്ക് അയ്മനം വിട്ടുള്ളൊരു ബന്ധം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ. അയ്മനത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളൊരു പാപ്പ ഇവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടല്ല കൊച്ചിലെ തൊട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അത് എനിക്കറിയത്തില്ല. അത് അയ്മനത്ത് മാത്രമല്ല, ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കില്ലേ. മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പം നമുക്ക് എനിക്ക് തോന്നുന്നു വേറെ പല സ്ഥലങ്ങളിലുള്ള എല്ലാ സ്ഥലത്തും മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം നമ്മൾ കൊച്ചിൽ ചിലപ്പം ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ രീതിയായിരിക്കാം, ഓരോ സൗകര്യങ്ങളായിരിക്കാം. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് ഇപ്പം നമ്മൾ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാനുള്ള ക്രമീകരണങ്ങളുണ്ട്. മറ്റേത് അതെല്ലാം ചിലപ്പം ആറ്റിലോട്ട് വലിച്ചെറിയുന്നതായിരിക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് ചിലപ്പം കക്കൂസുകളില്ല. പലരും ആറ്റുതീരത്ത് നിന്ന് മലം ആറ്റിലോട്ട് പോകത്ത രീതിയിലുള്ള ക്രമീകരണമൊക്കെ അങ്ങനത്തെ അല്ലെ ചാഞ്ഞ് കിടക്കുന്ന തെങ്ങേ കയറിയായിരിക്കും ആൾക്കാർക്ക് കാര്യങ്ങൾ സാധിക്കുന്നത്. അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് മാറി 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 സ്വച്ഛ് ഭാരതൊന്നും അല്ല, ആൾക്കാർ കേരളത്തിലെ ആൾക്കാർ തന്നെ ബാക്കിയുള്ളവരെക്കാളിലും നന്നായിട്ട് സ്വച്ഛ് ഭാരത് അവതരിപ്പിച്ച് കേരളത്തിലെ എല്ലാ ആൾക്കാരും അവരായിട്ട് തന്നെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായിട്ട് പഞ്ചായത്ത് രാജ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം എന്നാണ് എൻ്റെ ഒരു അത്ര കൂടുതൽ എൻ്റെ അറിവിൽ. കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ 1968 ഞാൻ മധ്യപ്രദേശിൽ ആദ്യം ജോലിക്ക് പോയി. മധ്യപ്രദേശിൽ അവിടെ മഹാനദിയുടെ തീരത്തോടേക്ക് ഞാൻ പോയി. ഏതെങ്കിലും വീട്ടിലൊക്കെ ചെന്ന് വെള്ളം ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം തരാത്ത സാഹചര്യമാണ്. ഞാൻ ചോദിക്കുമ്പോൾ എന്നാ വെള്ളം തരാത്ത? അപ്പോൾ നിങ്ങളൊരു ബ്രാഹ്മനാണ്, നിങ്ങൾക്ക് വെള്ളം തരാൻ അത് അശുദ്ധമാണ്, നിങ്ങൾ അശുദ്ധമായിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ അശുദ്ധമാകത്തില്ല, എനിക്കൊരു വെള്ളം കുടിച്ചാൽ വെള്ളം ദാഹിച്ച് സൈക്കിളിലൊക്കെ ചോദിച്ചു. ഞാൻ ബ്രാഹ്മനല്ല. അല്ല, നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങൾ ബ്രാഹ്മനാണ്, വെള്ളം കുടിച്ചാൽ ഞങ്ങൾ അശുദ്ധമാണ്. ഞാൻ അശുദ്ധമായിക്കൊണ്ട് നിങ്ങളെനിക്ക് അല്ല, അത് തന്ന പാപമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഞാൻ ചിന്തിച്ചത് കേരളത്തിൽ അങ്ങനെ ഒരു കാരണത്തില്ല. ഇപ്പം ഇവിടെ ജാതി ചിന്തകളുണ്ട്, അധികൃതരിൽ നിന്നും മറ്റൊരു വ്യത്യാസങ്ങളുണ്ട് ആ കാലത്ത് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു ചിന്ത ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതൊരു ജാതിക്കാരൻ്റെ വീട്ടിലും കേരളത്തിൽ ചെന്നിട്ട് വെള്ളം ചോദിച്ചാൽ വെള്ളം തരാത്ത ഒരു സാഹചര്യം കേരളത്തിൽ അന്നേ ഇല്ല. അതൊരു പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഒരു പ്രാധാന്യമായിട്ട് അവർ തന്നെ ആയിരിക്കാം. പിന്നെ കോൺഗ്രസ് ഒന്നും അതിനെതിരൊന്നും അല്ലായിരുന്നു. ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇതൊക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം കേരളം ആ രീതിയിൽ എപ്പോഴും കുറെ വളരെ ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഒരു രീതികളുണ്ട്. അതിന് ഇവിടുത്തെ ഗവൺമെൻറ്റുകളും ഇവിടുത്തെ സൊസൈറ്റികളും എല്ലാവരും, ശ്രീനാരായണ പ്രത്യേകിച്ചും ഒക്കെ ഒത്തിരി, പിന്നെ ഇവിടുത്തെ റിലീജിയസ് ലീഡേഴ്സ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ക്രിസ്ത്യൻ ബിഷപ്പുമാരാണെങ്കിലും വളരെ ബ്രോഡായിട്ട് ചിന്തിക്കുന്നത്, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇടയാകാത്ത രീതിയിൽ. അതിലൊരു പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തന്നെ അവരുടെ കസ്റ്റംസ് എല്ലാം ഹിന്ദു കസ്റ്റംസ് തന്നെ ഫോളോ ചെയ്യുന്നവരാണ്. 28 കെട്ട്, ചോറൂണ് കൊടുപ്പ്, അല്ലെങ്കിൽ രാഹുകാലം, ഗുളിയോദയകാലം നോക്കുക, ഇതെല്ലാം എൻ്റെ വീട്ടിൽ നോക്കുന്നുണ്ട്. ഞാനൊരു ഹിന്ദു ആയിട്ടുള്ള വ്യത്യാസം എന്താ? അപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നിനും നിഷേധിക്കില്ല. നമ്മളുടെ എല്ലാ ഹിന്ദുക്കളും ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ശിവനെ അറിയാം, പാർവതി അറിയാം, മഹാവിഷ്ണുവിനെ അറിയാം, കഥകൾ മഹാഭാരതം അറിയാം, രാമായണം അറിയാം. നമ്മളതിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു ജീവിതമല്ലോ, പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻസിന്. നമുക്ക് അതിനെ നമ്മളെ മാറ്റി നിർത്താൻ അവർക്ക് പറ്റത്തില്ലല്ലോ. നമുക്ക് അതിൻ്റെ അകത്ത് നമ്മളതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ് ഓൾസോ. വി ആർ ഇന്ത്യൻസ് ആൻഡ് വി ഹാവ് ടു ഫോളോ ദ കസ്റ്റം. അതിന് അല്ലാതെ പഠിപ്പിക്കുന്ന ആൾക്കാർ കണ്ടേക്കാം. അപ്പോൾ അത് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ CMS കോളേജിൽ
താഴത്തങ്ങാടിയിൽ നിന്ന് പ്രത്യേകിച്ച് ധാരാളം മുസ്ലിങ്ങൾ പെങ്ങൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചിരുന്നു. അന്നത്തെ സിംസ് കോളേജിൽ ഒരു കുട്ടി പോലും പർദ്ദയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, മുസ്ലിം സ്ത്രീ കുട്ടികൾ. അത് എനിക്ക് അന്ന് തന്നെ അഭിമാനം തോന്നി. ഞാൻ താഴത്തങ്ങാടിലൊക്കെ പല വീടുകളിൽ പോയി ആഹാരം കഴിച്ചിട്ടുണ്ട്, മുസ്ലിം വീടുകളിൽ. എനിക്ക് ആ വീട്ടിൽ പോകുന്നതിനോ പെരുമാറുന്നതിനോ ബുദ്ധിമുട്ട് ഒട്ടും തന്നെ തോന്നിയിട്ടില്ല. എന്നാൽ ഇന്ന് പലരും പർദ്ദയായിട്ട് കോട്ടയത്തെ മുന്നിൽ കൂടെ ഞാൻ കാണുന്നുണ്ട്. അതാണ് ഒരു ഞാൻ പറഞ്ഞ രണ്ട് രീതികൾ. അതുപോലെ എല്ലാ സമുദായത്തിലുള്ളവരും കുറെ കൂടെ കാണിക്കാനായിട്ടുള്ള കുറച്ചൊരു അതൊരു നല്ല ട്രെൻഡാണോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് അത് ഏത് റിലീജിയനായാലും, മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളാണേലും, ഞങ്ങൾ ആ റിലീജിയനിലാണെന്ന് കാണിച്ചിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ എനിക്കറിയില്ല. അതൊരു നല്ല ട്രെൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെ തിരുത്താൻ എന്നെ പോലെ ഒരാളെ കൊണ്ടാകത്തുമില്ല. അത് പൊതുവായ അതാത് റിലീജിയൻ ലീഡേഴ്സ് തന്നെ ശ്രമിക്കണം. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ഒരു വിധത്തിന്. സൗദി അറേബ്യയിലെ പർദ്ദ സിസ്റ്റത്തിൽ എൻ്റെ ഭാര്യയും പെൺമക്കളും എല്ലാം പർദ്ദയായിട്ട് നടന്നു. പുറത്തിറങ്ങിച്ച് ഞങ്ങൾ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാൻ മേലാത്ത സിസ്റ്റത്തിൽ നിന്ന് അവിടുന്ന് മാറി മറിഞ്ഞിട്ട് ഇപ്പോൾ സൗദി അറേബ്യ ഇവിടുത്തെ കേരളത്തിലെ പല മുസ്ലിം പിന്നെ ലീഡേഴ്സ് പറയുന്നതിനേക്കാളും ബ്രോഡായിട്ടാണല്ലോ രാജാവ് പറയുന്നത്. ഇപ്പം ഇവിടെ പിന്നെ ഇസ്രയേലും ഇവരായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് മഹാരാജാവിനോട് ചോദിച്ചു, സൗദി അറേബ്യയിലെ രാജാവിനോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിൽ? എനിക്ക് സൗദി അറേബ്യയിലെ കാര്യം നോക്കാനേ സമയമുള്ളൂ. മനസ്സിലായില്ലേ? അവിടുത്തെ കാര്യം നോക്കട്ടെ, അവർ നോക്കണ്ടേ. ഞാനിപ്പോൾ സൗദി അറേബ്യയിലെ കാര്യം അവരെ ഔട്ടെടുക്കും. മുമ്പ് കാശ്മീർ പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ ചെല്ല് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ പ്രോബ്ലം ഉണ്ടാക്കുന്ന പാകിസ്ഥാന് സൗദി അറേബ്യ കാശ് കൊടുത്തിട്ടും കൂടിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് സത്യമാണെങ്കിലോ തെറ്റാണെങ്കിലും ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാരണവശാലും സൗദി അറേബ്യ അതിന് വേണ്ടി പോകത്തില്ല. സൗദി അറേബ്യക്ക് അറിയാം അതിൽ നിന്ന് മാറണം. മനസ്സിലായില്ലേ? ചില രാജ്യങ്ങൾ ഇപ്പം അതിൻ്റെ പുറകെ തൂങ്ങി, ടർക്കിയെ പോലെ ചില രാജ്യങ്ങൾ തൂങ്ങി ഇപ്പം പാകിസ്ഥാനെ തള്ളി അവരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ആ രീതിയിലോട്ട് പോകുന്നത് എല്ലാവർക്കും ദോഷം ചെയ്യുള്ളൂ. പല രാജ്യങ്ങളിലും ഇപ്പം മുസ്ലിം സമുദായത്തിൽ കുറേ ആൾക്കാർ ഇച്ചിരി ഫനാറ്റിക്കായിട്ട് ചിന്തിച്ചാൽ അവരൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തിയാൽ അതിൻ്റെ ദോഷം ആയിരക്കണക്കിന് മറ്റാൾക്കാർക്ക് വരുന്നുണ്ട്. അത് ഒരു രീതിയിൽ സക്സസ് ആകത്തുമില്ല. പാലസ്തീൻ വലിയൊരു ഉദാഹരണമല്ലേ? എത്ര വർഷങ്ങൾ നമ്മുടെ യാസർ അറഫത്തിൻ്റെ കാലം തൊട്ട് അവർക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, അവർക്ക് ഡിസേർവ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് നേടിയെടുക്കാനെടുത്ത രീതികളിൽ പാളിച്ചകൾ വന്നു. അപ്പം അവർ വിചാരിച്ചു ഇതെല്ലാം ഒരു ടെററിസ്റ്റ് ഒരു ആക്ടിവിറ്റി നേടിയെടുക്കാം ശക്തിയുണ്ട്. അത് നടക്കുകയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിലൊരു പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ ഇപ്പം അവർക്കാരുടെ ന്യായപരം കൂടി ആണെന്ന് തന്നെ ഞാൻ തന്നെ പറയാം. എനിക്കതിൻ്റെ ഹിസ്റ്ററി കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ന്യായങ്ങളുണ്ട്. പക്ഷെ ന്യായത്തെക്കാളും കൂടുതൽ ചില സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇപ്പോൾ സൗദി അറേബ്യയാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം. സൗദി അറേബ്യ ഇവിടുന്ന് ഇവിടം വരെ പോയി. ഇപ്പം സൗദി അറേബ്യ വന്നിരിക്കുക ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് പർദ്ദയായിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ചെറിയ സിറ്റിയിൽ 25-30 തിയേറ്റർ ഇപ്പോൾ ഉണ്ടെന്ന് പറയും. അവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നു. മൊത്തം രീതികൾ മാറിപ്പോയില്ലേ? അപ്പോൾ ആദ്യം സൗദി പോകുന്ന ഏത് വർഷത്തിലായിരുന്നു? 1978. അന്നേരത്ത് എയർ കണ്ടീഷൻ ബസ്സസോ കാര്യങ്ങളൊന്നും ഇല്ല ആ കാലത്ത്. ഒരു ജൂണ് ഏതാണ്ട് 28 ആണെന്ന് തോന്നുന്നു ഡേറ്റിൽ ബസ്സെല്ലാവും മണലായിരുന്നു കൊണ്ട് സിംഗിൾ ഈ ഡബിൾ റോഡ് ട്രിപ്പിൾ. ഇപ്പം തന്നെ ഒരു വരി 4-5 ഒരു സൈഡിലോട്ട് മറ്റേ 4-5 തിരിച്ച് ഈ റോഡ് അന്ന് റിയാദിൽ പോകണമെങ്കിൽ ദമാമിൽ നിന്ന് വയാ ഹൗഫ് കറങ്ങി തിരിഞ്ഞ് പോകണം. സിംഗിൾ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു. വലിയ മണ്ണിൻ്റെ വീശുന്ന സമയത്ത് ചിലത്തെ റോഡ് ബ്ലോക്കാകും ടോട്ടലി. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിലാവും. അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു. ബസ്സുകളൊന്നും ഒന്നും എ സി ഇല്ല. കാറുകൾ തന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് മാനേജർമാരെയൊക്കെ കാറുകൾ എ സി ഒക്കെ ആയത്. അപ്പോൾ അവിടുത്തെ വലിയൊരു ഗ്രൂപ്പാണ് ജഫാലി ഗ്രൂപ്പ്. അവർക്ക് ജഫാലി ഗ്രൂപ്പ് ഈ നമ്മുടെ മെഴ്സീഡസ് ബെൻസിൻ്റെയും കൂടെ അവരുടെയും കൂടെ ഓണർഷിപ്പ് അങ്ങനെയുള്ള വലിയ പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ജഫാലി താമസിച്ചിരുന്നത് സൗദി സിമിൻ്റെ പഴയ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള അവരൊക്കെ ആണെങ്കിലും കഷ്ടപ്പെട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കയറി വന്ന ആൾക്കാരുണ്ട് അന്നത്തെ കാലത്ത് സൗദികൾ. ഒരു പ്രധാന കുറേ ഫാമിലികളുണ്ട്. ആ മുഴുവൻ അങ്ങനെയുള്ളൊരു
ജഫാലിയൊക്കെ അവിടുത്തെ ആൾക്കാരെ എന്തുമാത്രം മാറ്റിയെടുത്തു എന്ന് വിചാരിച്ചോ. ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ആദ്യം ജനറേറ്റർ കൊണ്ടുവരുന്ന മക്ക മദീനയിൽ കൊണ്ടുവന്നിട്ട് മുത്തവായൊക്കെ വിളിച്ചിരുത്തി രാജാവ് പറഞ്ഞു ഇത് കണ്ടോ പ്രകാശം കൊണ്ടുവരുന്ന ഗുണം. അപ്പോൾ ആദ്യം അത് പിശാചാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ മുത്തവാക്കെ അത് പിശാചല്ല ഇലക്ട്രിസിറ്റി ആണെന്ന് പറഞ്ഞു. അത് അവിടെ അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്കീക്കോ ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യത്തെ ജനറൽ സെറ്റ് അഫൂഫി കൊണ്ടുവരുന്നത് സൗദി സിമന്റ് കമ്പനിക്ക് അകത്ത് ജഫാലിയാണ് കൊണ്ടുവരുന്നത്. സ്വയം ഇലക്ട്രിസിറ്റി വരുന്നത് സമയത്താണോ? അല്ല, അതിന് മുമ്പേ ആയിരുന്നു. ഞാൻ ചെല്ലുന്നതിന് 25 വർഷം മുമ്പ്. അന്ന് സൗദി സിമന്റ് കമ്പനിയിൽ സ്വയമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി കോളനിയിലെല്ലാം അദ്ദേഹം ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തു. അതിനുശേഷമാണ് സ്കീക്കോ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം എന്തൊരു വിഷണറി ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വല്യപ്പന് ആ കാലത്തുള്ളതിനേക്കാളിലും കൂടിയ എൻ്റെ അമ്മയുടെ അപ്പനൊക്കെ ഞാൻ തരുന്നുണ്ടല്ലോ, അവർക്കുണ്ടായതിനേക്കാളും വലിയ വിഷൻ ഉണ്ടായിരുന്നു ജഫാലി ആ വല്യപ്പന്. അവിടുന്ന് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് ജനറേറ്റർ സെറ്റ് വെക്കുക, സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഓരോ വരുമ്പോഴും അന്നത്തെ കാലത്ത് ടെലിഫോൺ ചെയ്യണമെങ്കിലോ ഓരോ അഫൂഫിൽ വല്ലതും പോയാൽ നമുക്ക് ഇന്ത്യയിലോട്ട് വിളിക്കണമെങ്കിൽ ഓരോരുത്തർ വിളിക്കും. അതിന് വിളിച്ചു കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾ വിളിക്കും. പിന്നെ 50 പേര് ഇപ്പോണ്ട് 50 പേര് സർക്കിട്ട് കഴിഞ്ഞാൽ അടുത്ത ആൾ പിന്നെ നമ്മൾ വിളിച്ച ഉടനെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആൾ. ഒരു ടെലിഫോൺ ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ എടുക്കുമായിരുന്നു. ഇപ്പൊ എന്നാ സൗദി അറേബ്യ, ഇപ്പൊ എന്നാ ഇന്ത്യ മാറി, സൗദി അറേബ്യ മാറി, എല്ലാം മാറി, ലോകം മുഴുവൻ മാറി. അപ്പൊ ഈ മാറ്റങ്ങൾ പപ്പ പറഞ്ഞ ഒത്തിരി മനുഷ്യരിലുള്ള മാറ്റങ്ങളും പറഞ്ഞു. നമ്മുടെ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഐമനം നോക്കുവാണെങ്കിൽ? പരിസ്ഥിതി മാറ്റം പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യരുടെ പരിസ്ഥിതി നല്ലതൊന്നും ആക്കിയെന്ന് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഇപ്പം പഞ്ചായത്ത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്തൊന്നുമല്ല. നമ്മളെ കൊണ്ട് ഇവിടെ ഒന്നും മെൻ്റ് ചെയ്യാൻ കൃഷിക്കാർക്ക് അവരെ കഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം കിട്ടുന്നില്ല. തന്നെത്താൻ പണിയാനുള്ള ആരോഗ്യം പലർക്കും ഇല്ല. പല വീടുകളിലും ഇപ്പം എന്നെ പോലെ ഒരാൾ, ഞാനും എൻ്റെ ഭാര്യ. സ്ഥിതി മാറ്റം അയ്മനൊന്നല്ല, എനിക്ക് തോന്നുന്നു കേരളം എന്ന് മാത്രമല്ല ഇന്ത്യ മൊത്തത്തിലാണെങ്കിലും കർഷകരെ ഒന്നാമത് നമ്മൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് പുതിയ ഇപ്പോൾ ഒരു ഇസ്രയേൽ പോലെ രാജ്യം വെച്ചോ അമേരിക്ക പോലെ കൺട്രി വെച്ചോ അവരുടെ പ്രൊഡക്ഷനും അവരുടെ കൃഷി രീതികൾ വെച്ചും പിന്നെ നമുക്ക് വെച്ചും ഇവിടുത്തെ മോഡേൺ രീതിയിലുള്ള കൃഷി രീതികൾ അത്രത്തോളം ആയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അപ്പൻ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ കിട്ടുന്ന വരുമാനം ആ എസ്റ്റേറ്റിൽ ഇപ്പോൾ AV തോമസ് കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൻ്റെ അത്രയും വരുമാനം ആ എസ്റ്റേറ്റിൽ നിന്ന് ഇപ്പം കിട്ടുന്നില്ല. കൂലിക്കാർക്ക് ശമ്പളം അതേപോലെ കൊടുക്കാൻ പറ്റാത്ത രീതി വരുമ്പം അവർ ക്വാളിറ്റി പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആൾക്കാർ വർക്കിങ്ങിന് ഒരു ഇൻട്രസ്റ്റ്. അതുപോലെ ഏതിപ്പോൾ കാപ്പിത്തോട്ടമായാലും ഏലത്തോട്ടമാണെങ്കിലും അവർ മെനക്കെടുന്നതനുസരിച്ച് ലേബർ ചാർജസ് കൂടിയതിനനുസരിച്ച് തിരിച്ച് റിട്ടേൺ കിട്ടാത്തപ്പം പലരും ആൾക്കാരെ വെക്കുന്നില്ല, കൃഷി ചെയ്യുന്നത് പലരും നിർത്തുന്നു. അപ്പം കൃഷി മൊത്തത്തിൽ ഇന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പല സ്റ്റേറ്റുകളും, കേരളത്തിൽ പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പറമ്പ് ചിലപ്പോൾ കാണും, കൃഷി ചെയ്യാതെ കാട് പിടിച്ച് കിടന്നു. പിന്നെ ചെറുപ്പക്കാർ പലരും ഇങ്ങനത്തെ പണി ഇത് വേണ്ട, ഇതിന് ഇത്ര കെട്ടിത്തൊക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ചെറുപ്പക്കാർ ഒരു ഞാൻ കാണുന്നത് ഒരു ചെറിയ ഫോക്കസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ലുക്ക ഞാനിപ്പോൾ ഒരു രേഖം വെച്ചല്ലോ പറഞ്ഞു. ഞാൻ കാണുന്ന വളരെ ചെറിയ സെക്ഷൻ പെർസെൻറ്റേജ് പിള്ളേർ അവർ ഒരു എയിമായിട്ട് അവർ ആ ടെസ്റ്റ് എഴുതി ഈ ടെസ്റ്റ് എഴുതി മുന്നോട്ട് പോകണം, എങ്ങനെയും പഠിക്കണം, പഠിച്ച് പാസ്സാകണം, സ്ട്രഗിൾ ചെയ്തിട്ട് പണ്ടത്തെ പ്രസിഡന്റ് നാരായണനെ പോലെ ആകണം എന്ന് ആഗ്രഹിച്ചോ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഏതെങ്കിലും അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സെക്ഷൻ, ഒരു കുറച്ച് പെർസെൻറ്റേജ് പിള്ളേർ. പിന്നത്തെ ഒരു സെക്ഷൻ പിള്ളേർ എന്താ ചെയ്യണമെന്ന് ഒരു ഫോക്കസ്ഡും ഇല്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലും വലിയ ഉള്ള പ്രാക്ടിക്കലായിട്ട് ഒരു നോളജും ഇല്ല, എന്നും ചെയ്യാൻ അറിയാൻ മേലാതെ ഒരു ഇത് രണ്ടിലും പെടാതെ ഒരു സെക്ഷൻ, ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടുകൂടി ഒന്നും ചെയ്യണമെന്നൊരു ഉദ്ദേശമില്ല, എന്തെങ്കിലും തെമ്മാടിത്തരം കാണിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സെക്ഷനാണ്. അപ്പം മൊത്തത്തിൽ ഈ ഒരു ലാൻഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ പിള്ളേർ ഇവിടുത്തെ ബാക്കി എൻവയോൺമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അവരുടെ ഭാവി
കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് പോവുക. ഈ ഇടയ സെക്ഷനുള്ളവരും എനിക്ക് തോന്നുന്നു താഴത്തെ സെക്ഷനിലുള്ളവർക്ക് എന്തെങ്കിലും വല്ലതും നശിപ്പിക്കാനുള്ളത് ഇപ്പോഴും ഒരെണ്ണം വെട്ടി ഒരു വാഴക്കൊല ആ പറമ്പിലുണ്ട് പറ്റുവാണ് വെട്ടിക്കൊണ്ട് കൊടുത്ത് അവന് ഒരു കൊലയുടെ കാശ് കിട്ടുവാണെങ്കിൽ അതാട്ടെ. ഇവൻ്റെ തന്നെ കാര്യം ഒരു വാഴ കൊണ്ട് വെട്ടിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവനത് കുഴപ്പമില്ല. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ജനറൽ മെൻറ്റാലിറ്റി ഉള്ള അങ്ങനത്തെ സിസ്റ്റം ആൾക്കാരെ ഇല്ല. പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഇതൊന്നും ഇനഫല്ല, അതിനുള്ള റിട്ടേൺസ് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ എൻവയൺമെൻറ്റ് ഇത് ശരിയാക്കിയിട്ട് ഇത്രയും വൃത്തിയാക്കിയിട്ട് ഇപ്പം നമ്മൾ ബെൽറ്റ് ഇട്ടുകൊണ്ട് പോയാൽ പോലീസ് പിടിക്കുന്നതിന് അതുകൊണ്ട് കിട്ടുന്നു, അല്ലെങ്കിൽ കാശ് കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് പഞ്ചായത്ത് പിടിച്ചെങ്കിലോ എന്ന് വെച്ച് പ്ലാസ്റ്റിക് ആറ്റിലോട്ട് വലിച്ചെറിയാതിരിക്കുന്നു. എന്തിനേലും കുറച്ചു നേരം ഭയപ്പാടുള്ളതുകൊണ്ട് നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആകണം. നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് കുറേ കൂടെ പ്രോത്സാഹനം കിട്ടത്തക്ക രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാനുള്ള കാശ് ഗവൺമെൻറ് കാണണം. ആൾക്കാരെ എൻവയൺമെൻറ്റ് ശരിയാക്കാനുള്ള പദ്ധതികൾക്ക് പണം സിൻസിയറായിട്ട് മുടക്കണം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊരു കുഴപ്പം പലർക്കും ഉള്ളത്, നല്ലപോലെ കാശ് കിട്ടി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ശമ്പളം മാസം കിട്ടും. എന്തിനാ ഇത് ചെയ്യുന്നത്? ഇതിൽ ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അവനെ പുറത്താക്കി അവർക്ക് യൂണിയനുണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് സാധാരണക്കാരന് യൂണിയനില്ല, കാശുമില്ല. നമ്മൾ പറയുന്ന അവരെ ഒന്നും ചെയ്യാനും ഇല്ല, അവരെ പുറത്താക്കാനും പറ്റത്തില്ല. കമ്പളി ചെയ്ത് അവൻ്റെ പേരിൽ ഒരുത്തനെ ഈ ഗവൺമെൻറ്റിന് വിചാരിച്ചാൽ തന്നെ ഒരുത്തനെ പുറത്താക്കാനും പറ്റത്തില്ല. ഗവൺമെൻറ് ഒരു കയറിയാൽ കയറി. എൻ്റെ കൂടെ പഠിച്ചതിൽ ഏതാണ്ട് 90% ആൾക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ ജോലി ചെയ്തു. എല്ലാവർക്കും ഒരുമാതിരി നല്ല ശമ്പളം, അവരൊരു നല്ല വീടൊക്കെ വെച്ചു. മക്കളെയും മിക്കവാറും ആൾക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് കയറ്റി. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയറായിട്ട് പാസ് എന്തൊക്കെ ചെയ്തു? ഇലക്ട്രിസിറ്റി ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റി? നമ്മൾ ജോലി ചെയ്ത് ശമ്പളം മേടിച്ചു. അല്ല ഞങ്ങൾ അല്ലല്ലോ ഇത് തീരുമാനിക്കും, ഞാനും മേലുള്ള തീരുമാനിക്കും. നമ്മൾ പറഞ്ഞു ഞങ്ങൾ ആ സെക്ഷനൊക്കെ നോക്കി, മനസ്സിലായോ? ചില AG's ഓഫീസിലായിരിക്കും, പിന്നെ ചില ലെക്ചറേഴ്സ് ആയിരുന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് സൊസൈറ്റിക്ക് വേണ്ടി എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തുമാത്രം ഉണ്ടെന്ന് സിൻസിയറായിട്ട് ഞാൻ ചോദിച്ചു കഴിയുമ്പം സിൻസിയറായിട്ട് വർത്താനം പറയുന്നവർക്ക് അധികം ഉത്തരങ്ങളില്ല. ഞങ്ങൾ നാടിന് വേണ്ടി എന്ത് ചെയ്തു ഇതാണ്. ഞാനെന്തോ ചെയ്തെന്ന് വെച്ചാൽ അമ്മയുടെ നാട്ടിലില്ലായിരുന്നു. പക്ഷേ കമ്പനിക്ക് വേണ്ടി സിൻസിയറായിട്ട് ജോലി ചെയ്തു. കമ്പനി അതിൽ കൂടുതൽ ശമ്പളങ്ങളും റിവാർഡുകളും തന്നു. ഒരു സിമെന്റ് ഫാക്ടറി ബേസിസ് ഞാൻ 68 ജോയിൻ ചെയ്ത് 72 വരെ വർക്കുകളിൽ ഇപ്പോഴും ACSലെ പല ടോപ്പ് ആൾക്കാരുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. എൻ്റെ മകൻ്റെ കല്യാണത്തിന് ACSൽ ഒരു ഡയറക്ടർ ഇവിടെ വന്ന് കല്യാണം കൂടാൻ പറ്റി. അതും 10-20 വർഷം 15-20 വർഷം കഴിഞ്ഞ് കമ്പനി വിട്ടിട്ടാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമ്മളുടെ കരുതലും നമ്മളെക്കുറിച്ചുള്ള അപ്രിസിയേഷനും ആ പറയുന്ന ബന്ധങ്ങൾ ചെയ്ത ജോലികളെ കുറിച്ചുള്ള കണക്ഷൻസും അങ്ങനത്തെ അപ്രിസിയേഷനൊന്നും ഇവർക്ക് കിട്ടാനും സാധ്യതയില്ല. ഗവൺമെൻറ് എത്ര പേരുണ്ട്? പല IAS ഓഫീസർ എന്നൊക്കെ പറഞ്ഞാൽ പലരും ബന്ധപ്പം ബാബു പോളിനെ പോലെയൊക്കെ ഉള്ള ആൾക്കാർ ഓഫീസസ് ജനങ്ങളോട് ബന്ധപ്പെടുത്ത് വരുന്ന ജയകുമാർ പല ആൾക്കാരുണ്ട് നല്ല ഇതായിട്ടുള്ളത്. അങ്ങനെ പക്ഷേ സാധാരണ പലരും ജോലി കയറി കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ബന്ധമില്ല സൊസൈറ്റിയായിട്ട് എന്തുമാത്രം ലിഫ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. റോളിൽ ചേർക്കണം. ഏതായാലും അതിനൊന്നും എനിക്ക് നിങ്ങൾക്ക് ഇതൊന്നും നന്നാക്കാനുള്ള വകുപ്പുകളില്ല. കൂടുതൽ നന്നാകുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. നമ്മുടെ കാലത്ത് ഇത് വലിയ മാറ്റങ്ങളൊക്കെ ഇതിൽ നമ്മുടെ എന്നാ പറയുക, നമ്മളിതിനെക്കുറിച്ച് ഇത് പ്രകൃതിയൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് ഈശ്വരൻ നന്നാക്കിയല്ലാതെ നമ്മൾ നന്നാക്കി എടുക്കുന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാനിവിടെ 2-3 തേനീച്ചപ്പെട്ടിയും വെച്ച് തേനീച്ചയെ വളർത്തി അതിനുവേണ്ടി ചെടികൾ വളർത്തുന്നു, അല്ല കുറച്ച് മീനെ വളർത്തി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതുകൊണ്ടൊന്നും ഇതൊന്നും നന്നാകത്തില്ല. നന്നാകാനായിട്ട് പൊതുവായ എല്ലാ ആൾക്കാരിലും ഒരു താല്പര്യമായിട്ട് വരണം. കേരളത്തോടും ഇവിടുത്തെ ക്ലൈമറ്റിനോടും ഇവിടുത്തെ ഇത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് എന്നുണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. അത് പറയുമ്പോഴാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ ചെടികളും ആനിമൽസ് എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു ഫാമിൻ്റെ അകത്തുള്ളത്? ഈ ഫാമിൻ്റെ അകത്ത് ഞാൻ കുറേ അഭ്യാസങ്ങൾ കടത്തി നോക്കി. ഇപ്പം ആദ്യകാലത്ത് ഞാൻ കുറേ
ഇപ്പം ഗുണവും ദോഷമല്ല, ഒരു ആൾ കളിക്കാൻ എന്നുള്ള രീതി എൻ്റെ താല്പര്യം. കുറേ പ്രാക്കള്, പ്രത്യേകതരം പ്രാക്കള്, 28 പ്രാക്കള് ഞാൻ ഷഹാബാദിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പോയി ഹൈദരാബാദിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് വളർത്തി. ആ സമയത്ത് ട്രിവാൻഡ്രത്ത് സൂയി പോയപ്പോൾ എല്ലാം കൂടെ അത്രയും തന്നെ പ്രാക്കളില്ല, അത്രയും നല്ല പ്രാക്കളെ കൊണ്ട് വളർത്തി. കുറേ കാലം 78-80 വരെയൊക്കെ ഞാൻ വളർത്തി. അപ്പോൾ അതിന് എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചൻ കൊണ്ട് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വകുപ്പില്ല. എൻ്റെ ക്വാളിറ്റിയൊക്കെ പോകുന്നു തോന്നിയപ്പം ഈ പരിപാടി നിർത്തി. പിന്നെ ഓരോന്നിന് നമ്മളിപ്പോൾ ഒരു ആനുവൽ തോന്നും. തേനീച്ച വളർത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എസ്റ്റേറ്റിലൊക്കെ വളരുമ്പം തന്നെത്താൻ കാട്ടിലൊക്കെ പോയി ഈച്ച എടുത്ത് പഠിച്ചു, തേനീച്ചപ്പെട്ടുകൾ വെച്ചു. അതിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. സൗദി അറേബ്യ പോകുന്നവരെ വളർത്തി. അത് കഴിഞ്ഞ് പോയി 31 വർഷം സൗദി അറേബ്യയിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ പിന്നെ പഴയ ഓർമ്മയ്ക്ക് വേണ്ടി കുറേ തേനീച്ചപ്പെട്ടി വെച്ചു. ചെറുതേനീച്ചപ്പെട്ടി 10-30 എണ്ണം ഉണ്ട്. വൻതേനീച്ചയുടെ 10-15 പെട്ടി ഈച്ചയുണ്ട്. ആവശ്യത്തിന് തേൻ കിട്ടുന്നുണ്ട്. അത് കൂടുതൽ വയ്ക്കാൻ അതിന് മാത്രം ഇവിടെ അവർക്ക് തേൻ കിട്ടാനുള്ള അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ വെച്ചാലും ഗുണമില്ലാത്തതുകൊണ്ട് അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും ഇവിടുത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ മാത്രമല്ല അതിനുള്ള ചെടികളും കാര്യങ്ങളും ഇല്ല ഐമനത്ത് ദിവസമൊക്കെ. കൂടുതൽ ചെടികൾ ഉണ്ടായിരുന്നെങ്കിൽ ചെടികൾ ഒത്തിരി, അതുപോലെ വലിയ തോട്ടങ്ങളൊക്കെ. ഇപ്പം നമ്മൾ വിചാരിച്ചു ഒരു ഏലത്തോട്ടം, അപ്പോൾ ഏലക്കായുടെ പൂക്കള്, ഒരു കാപ്പിത്തോട്ടം, അല്ലെങ്കിൽ ധാരാളം പാടത്തിന്റെ നടുക്ക്, മനസ്സിലായി. ഇവിടെ ഒരു തെങ്ങ്, അവിടെ ഞാൻ ഈ കാട്ടുചെടി എന്നാ പറയുന്നത്, എൻ്റെ മമ്മി എൻ്റെ പേര് ആൻറ്റിഗണൊക്കെ വളർത്തി. അതിൽ നിന്ന് കിട്ടുന്ന പൂവും ഇതൊക്കെ ഉള്ളൂ. ഒരു കാട്ട് കപ്പയുണ്ട്, അതിൻ്റെ തേൻ എന്ന് വെച്ചാൽ കയ്പ, എന്നാലും അതിന് തേനുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യും. അങ്ങനെയൊക്കെ അല്ലാതെ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ സ്ഥലത്ത് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ആര് വളർത്തിയാലും ഒരു പതി കൂടുതൽ മെച്ചമാകത്തില്ല, മനസ്സിലായില്ലേ. പ്രാവനെ വളർത്തി എൻ്റെ ക്രേഷനെ വളർത്തി ചെയ്യുന്നുണ്ട്. പേർഷ്യൻ പൂച്ചകളാണ്, സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ചകളാണ്. 10-35 വരെയായി. പിന്നെ വിറ്റിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി മെനക്കെടുന്ന ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കൂടുതൽ. പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ കണ്ണിൻ്റെ അസുഖം വന്നപ്പോൾ ട്രീറ്റ്മെൻറ്റ് വന്നപ്പോൾ കുളിപ്പിക്കുകയൊക്കെ വെള്ളം കണ്ണ് വീഴാത്ത വന്നപ്പം അതിനൊക്കെ ഹോൾസെയിലായിട്ട് നിർത്തി. വലിയതരം പട്ടികളെ വളർത്തി അതിനെ സൂക്ഷിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കെനൽ ക്ലബ്ബിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും ഒക്കെ ആയിരുന്നു കുറേ കാലം. അതെല്ലാം നിർത്തി ഇപ്പം നാടൻ പെട്ടിയാക്കി, കുഴപ്പമൊന്നുമില്ല, അത് നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ക്രേസ്, താല്പര്യം. കുറച്ച് മീനെയൊക്കെ ഇപ്പം വളർത്തുന്നു, വലിയ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ. വലിയ തോതിലൊന്നും ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ ഓരോരുത്തർക്കും താല്പര്യമുള്ള അനുസരിച്ച് ചെയ്യുക. അത് പിന്നെ എനിക്ക് ചിലപ്പോൾ അല്ല ചെടികളാണ് ഇവിടെ പ്രത്യേകിച്ച് വല്ല വെച്ച് തന്നെ ശരിക്കും വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരുന്നില്ല. എൻ്റെ അമ്മ നല്ല ഭംഗിയായിട്ട് വെച്ചോണ്ടിരുന്നു. ലോണും ഉണ്ടായിരുന്നു, ആ ചെടികൾ വെച്ചിരുന്നു. അതൊക്കെ എൻ്റെ അമ്മയുടെ ക്വാളിറ്റി. അമ്മ ആൾക്കാരെ നിർത്തുമായിരുന്നു. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു കഴിഞ്ഞിട്ട് ഒരാളെ കൂലിക്ക് നിർത്തിയാൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ് 1000 രൂപ കൊടുക്കണം. 1000 രൂപയുടെ റിട്ടേൺ എനിക്ക് ഒരു ദിവസം കിട്ടത്തില്ല. ഇപ്പോൾ ഒരു മാസം വെച്ച് എന്തുമാത്രം കാശാകും, അത്രയും കാശ് ഈ പറമ്പ് കൃഷി ചെയ്തിട്ട് കിട്ടത്തില്ല. അത് ഏതാണ്ട് ക്ലിയറായിട്ട് മനസ്സിലായതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു തേങ്ങ വീണെങ്കിൽ എടുത്ത് അരയ്ക്കുക, വീണില്ലെങ്കിൽ തേങ്ങ മേടിച്ച് അരയ്ക്കുക. ആ രീതിയിലോട്ടായി. അപ്പോൾ കൃഷിയെക്കുറിച്ച് ഒരു ജാതിയുണ്ട്, അതിൽ നിന്ന് കായ കിട്ടുന്നത് വിൽക്കുക, എടുത്തു. അങ്ങനെ 2 ജാതിയുണ്ട്. അല്ലാതെ അതിനുവേണ്ടി ഞാൻ മെനക്കെട്ട് ഒരു കൃഷിയും ചെയ്യുന്നില്ല. ചെയ്താൽ ഗുണമുണ്ടായേക്കാം. ഒന്നെൻ്റെ ആരോഗ്യം, എൻ്റെ കുറേ സെറ്റപ്പിൽ, ഇപ്പോഴത്തെ സെറ്റപ്പിൽ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ പ്രോമിസിംഗ് ഉണ്ട്. അങ്ങനെ എൻജോയ്മെൻ്റ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തേനീച്ച വളർത്താൻ എനിക്ക് അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ടൊക്കെ കൃഷി നല്ലതായിരിക്കാം. തന്നെത്താൻ പണിയാമെങ്കിൽ, സ്ഥലമുണ്ടെങ്കിൽ കൃഷി ആദായമാണ് എന്നാണ് ഞാൻ പറയാം. അങ്ങനെയുള്ള ആൾക്കാർ എത്ര പേര് ഈ അയ്മനംകരെ കാണും എനിക്കറിയത്തില്ല. തന്നെത്താൻ കൂലിക്കാരെ വെക്കാതെ പണിയാൻ താല്പര്യമുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഏതെങ്കിലും പൊതു സ്ഥലത്ത് പോയാൽ 10-20 പേർ കൂട്ടിയിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നവരെ ഇരിക്കും, ഒരു പണിയില്ലെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു ആസാംകാരൻ പയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവൻ രാവിലെ തൊട്ട് വൈകുന്നവരെ ജോലി ചെയ്യും, ഒരു പ്രശ്നമില്ല. ഇവിടെ ആ കവലയിൽ ചെന്നാൽ ഇപ്പം 4-5 മലയാളികൾ കാണും. ഇവരെ വിളിച്ച ജോലിക്ക് സമയത്ത് വരത്തില്ല. ഈ പറഞ്ഞ് ഇവർ എൻ്റെ പകുതി പണി ചെയ്യത്തില്ല. ഇവർ ഓരോ ദിവസവും ജോലി കഴിയും പറയും, സാറേ GPay അങ്ങോട്ട് അവരെ അക്കൗണ്ടിലിട്ടേക്കാൻ പറയും. ഓരോ ദിവസം അവരുടെ കാശ് അങ്ങോട്ട് ചെല്ലും. ഇവർക്ക് ഏതെങ്കിലും ദിവസം കാശ് കിട്ടിയാൽ ചിലർക്ക് സൗകര്യം കിട്ടിയാൽ 11 മണിക്ക് ഉടനെ കള്ള് ഷാപ്പ് വരെ പോയിച്ച് വരും. അല്ലെങ്കിൽ കൂട്ടുകൂടി വൈകുന്നേരം കള്ള് കുടിക്കും.
ഒത്തിരി വീട്ടിൽ ഞാനിപ്പോൾ ഒരു വീട്ടിലൊരു ഒരു ഒരു അടുത്തൊരു വീട്ടിൽ ഉദാഹരണം, ആ സ്ത്രീ ഒരു വീട്ടിൽ 2 ദിവസം വർക്ക് ചെയ്യുന്നു, അടുത്ത വീട്ടിൽ 2 ദിവസം വർക്ക് ചെയ്യുന്നു, അടുത്ത വീട്ടിൽ 2 ദിവസം വർക്ക് ചെയ്യുന്നു. ആ സ്ത്രീ എന്നിട്ട് ഒരു വീട്ടിൽ രാത്രി കിടക്കുന്നു. അപ്പം ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭർത്താവ് ഒക്കെ ഉണ്ട്, ഭർത്താവ് എന്നാ ചെയ്യുന്നത്? ഭർത്താവ് മീൻ പിടിക്കുക. ചോദ്യം ചോദിക്കട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആൾക്കാർ ഞാനൊരു ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു അവരുടെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീ 3 വീട്ടിൽ ജോലി ചെയ്യുന്നു, ഈ 2 ദിവസം വെച്ച്. വൈകുന്നേരത്തെ കൂടാതെ എല്ലാ ദിവസവും വേറൊരു വീട്ടില് രാത്രി കിടക്കാൻ പോകുന്നു. അപ്പൊ ഒരു കൂട്ടുകിടപ്പ് പ്രായ ഒരു സ്ത്രീ. അപ്പം ഞാൻ ചോദിച്ചാൽ ആ സ്ത്രീക്ക് ഭർത്താവൊക്കെ ഇല്ലേ? ഭർത്താവിൻ്റെ പിള്ളേരുണ്ട്. അപ്പൊ അവരെങ്ങനെയാ? ഭർത്താവിൻ്റെ തന്നെ ജോലി മീൻ പിടുത്തം, മീൻ പിടിക്കാൻ പോകും, അത് വീട്ടിൽ പോകും. അപ്പം മക്കള് അവര് വലിയ മക്കളായി, കല്യാണം കഴിച്ചു. കല്യാണമൊന്നും കഴിച്ചില്ല, അതൊന്നും ശരിയല്ല. ഒരുത്തിന് എന്തോ വലിയ പ്രശ്നമൊക്കെ കാണിച്ചിട്ട്, എന്തോ വലിയ കുഴപ്പമൊക്കെ കാണിച്ച്, എന്തോ കേസ് ഏതാണ്ടൊക്കെ കൊണ്ട് തോന്നുന്നു. മറ്റവരിങ്ങനെ ഓരോ പരിപാടിയായിട്ട് നടക്കണം. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു സെക്ഷനിലുള്ള ആൾക്കാർ അപ്പനും അമ്മയും ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ് മക്കളെ. ആ ചെറുപ്പക്കാർക്ക് ഒരു ഉദ്ദേശവും എന്താണ് ചെയ്യേണ്ടത്, എല്ലാവർക്കും പെട്ടെന്ന് നല്ല നല്ല ജോലി വേണം, നല്ല നല്ല കാര്യങ്ങൾ വേണം. മനസ്സിലായി? ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്ത് തരുൺ എന്ന് പറഞ്ഞ ബംഗാളി, അവന് രൂപ അയക്കുമ്പോൾ അവന്റെ അക്കൗണ്ടിൽ 2 ലക്ഷത്തിക്കുള്ള രൂപ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ജോലി ചെയ്തിട്ട്, അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവന്റെ മകൻ എന്നാ ജോലി? മകന് ജോലിയില്ല, അവനെവിടെയാ? ബംഗാളിലാണ്. അവൻ എന്നെ പഠിച്ച അവനെ കമ്പ്യൂട്ടറൊക്കെ അറിയാം. സാറ് വിചാരിച്ചാൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ജോലി ഏതെങ്കിലും ഒരു കടയിൽ ഒരു കമ്പ്യൂട്ടർ ജോലി മേടിച്ച് തരാൻ പറ്റുമായിരിക്കും സാറിന്. ഞാൻ പറഞ്ഞ് എനിക്കിവിടെ കമ്പനിയൊന്നുമില്ല, ഞാനിവിടെ ഒരു സാധാരണക്കാരനാണ്. ഞാൻ പറഞ്ഞ ആരും ജോലി തരത്തില്ല. നിന്റെ മകൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ബംഗാളിൽ തന്നെ ജോലി കിട്ടണം, നീ കമ്പ്യൂട്ടറൊക്കെ അറിയാമെങ്കിൽ അവന്. അന്ന് വേറൊരുത്തൻ പറയുന്നു അവനെ ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കുമെന്ന്. അവൻ പറയുന്നു എനിക്ക് എൻ്റെ മകൻ നല്ലൊരു പെയിന്ററാണ്, ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഞാൻ ഇവിടെ ഇഷ്ടംമാരും പെയിന്റർമാരുണ്ട്, നിന്റെ മകൻ അവിടെ പെയിന്റ് ചെയ്താൽ പോരെ, ഇവിടെ വന്നിട്ട് ഇത്ര കഷ്ടപ്പെടേണ്ടി. അപ്പൊ ചുരുക്കത്തിൽ എന്നാന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇവിടെ പോലും ബംഗാളിലെ ഞാൻ കാണുമ്പോൾ ആ പിള്ളേരും ഒക്കെ ജോലി ചെയ്യാനായിട്ട്, സ്വന്തമായിട്ട് ജോലി ചെയ്യാനായിട്ട് തയ്യാറല്ല എന്നൊരു ഫീലിംഗ് എനിക്ക് ഇതിനൊക്കെ കിട്ടുന്നത്. കൂടുതൽ ഒത്തിരി ആൾക്കാർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിട്ടില്ല. ആ ഒരു സെക്ഷൻ പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തന്നെ ഈ ആൾക്കാർ പിന്നെ തോന്നുന്ന എന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങളിലിട്ട് എവിടെന്നെങ്കിലും പിടിച്ചു പറിക്കാവോ, എവിടുന്ന് കാശുണ്ടാക്കാവോ എന്നുള്ള രീതി ചിന്തിക്കാൻ തുടങ്ങും. വെച്ചാൽ ഇവനൊന്നും ജോലി ചെയ്യാനുള്ള മനസ്സില്ല, അപ്പൊ എവിടുന്ന് കാശുണ്ടാക്കണം ചിന്തിക്കേണ്ടി വരും. അപ്പം നാച്ചുറലായിട്ടും ഒരു ഏതെങ്കിലും ടെററിസ്റ്റ് പരിപാടി, എന്തെങ്കിലും പരിപാടിയിലൊക്കെ, അല്ലെങ്കിൽ കാശ് കിട്ടിയാൽ അവരുടെ കൊല്ലണയിലും റെഡിയാ, അല്ലെങ്കിൽ പിടിച്ചു നമുക്ക് ഒന്നിച്ച് ഗ്യാങ് ചേർന്ന് നമ്മൾ 10 പേർ നമ്മൾ വിചാരിച്ചാൽ അത് ചെയ്യാം, അഡ്വഞ്ചറേഴ്സ് അത് ചെയ്യാം, ഇത് ചെയ്യാം. ആ ചെറുപ്പക്കാർ ഓരോ ഗ്യാങ്ങുകളുണ്ടാവും. അപ്പൊ പലയിടത്തും റൗഡി സെറ്റുകളുണ്ടാവും. ഇവരെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റിനെ കൂടെ തന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇവിടുത്തെ സൊസൈറ്റിയിൽ. അവർക്ക് ജോലിക്കുള്ള വകുപ്പുകൾ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അതും എനിക്കറിയത്തില്ല. അതൊക്കെ ഗവൺമെന്റ് തലത്തിലും പഞ്ചായത്തിലും ചിന്തിക്കേണ്ടതാണ്. അതിനുള്ള അങ്ങനെയൊക്കെ ഞാനിപ്പോ ചുമ്മാതിപ്പോ ഒരു പൊള്ളത്തരം പറഞ്ഞത്, ഞാനിപ്പം പല രാജ്യങ്ങൾക്ക് പോയതുകൊണ്ട് പറയാം. ഞാനിപ്പോ അറ്റ്ലീസ്റ്റ് 4 കോണ്ടിനെന്റിൽ പോയിട്ടുണ്ട്, പല സ്ഥലത്ത് പോയിട്ടുണ്ട്, പോകാൻ പറ്റിയിട്ടുണ്ട്. ഒരു മിടുക്ക് പറയുന്നതല്ല. ഇപ്പൊ സിംഗപ്പൂരിലെ എൻ്റെ മോളിനടുത്ത് പോയപ്പം ഞാനിപ്പം ബസ് സ്റ്റാൻഡ് നമ്മളൊരു ബസ്സൊക്കെ കയറാൻ വരുമ്പോൾ ആ കണ്ടക്ടർ നിർത്തി നമ്മളെ സഹായിക്കാനായിട്ട് വേണേ ഡ്രൈവറെ ഒരു പ്രാവശ്യം വയറ്റിൽ മേലാത്തവർ ഇറങ്ങി വന്ന് പിടിച്ച് കയറ്റിയേച്ച് പിന്നെ പോകുന്ന പെരുമാറ്റത്തെ രീതി. ഇവർക്ക് കിട്ടുന്ന ശമ്പളവും വലിയ കൂടിയ ശമ്പളമൊന്നും ആയിരിക്കില്ല. അപ്പൊ രാത്രി മുതൽ ഒരു ഗാർഡനോട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവൻ എന്നെ ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കും. അവന് 8 മണിക്കൂർ ജോലി ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ചിലപ്പോൾ അവിടുത്തെ ഒരു പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ചുമ്മാ നോക്കിയിട്ടുണ്ട്. അവൻ ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര മണിക്കൂർ അവൻ ജോലി ചെയ്യുക, അവിടെ ക്ലീൻ ചെയ്യുക, അവന്റെ പണി അങ്ങ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ തൊഴിലുറപ്പിന്റെ ആൾക്കാരെ നോക്കുന്നുണ്ട്. ഈ 8 മണിക്കൂർ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് നോക്കിയാൽ അങ്ങനെ എനിക്കൊരു ഫീലിംഗ് കിട്ടുന്നില്ല.
ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, അതിവിടേക്ക് ഇന്ത്യ കിട്ടുന്നില്ല തൊഴിലുറപ്പ്. ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഇവിടെ ചില പിള്ളേർ ഇപ്പം മാസം ബംഗാളിൽ നിന്ന് ചില പിള്ളേരെ ജോലിക്ക് വെക്കുന്നു. ആ പിള്ളേർ സിൻസിയറായിട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് കാശ് കിട്ടുന്നുണ്ട്, അവർ പൈസ അടയ്ക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വെറുതെ ഉദാഹരണം പറയാം, ചിക്കമംഗളൂർ യാത്ര ചെയ്യുന്ന വഴിക്ക് മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. രാവിലെ ഒരു 6:30 മണിക്ക് ബസ് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ ചാറ്റ മഴയത്ത് ബസ് സ്റ്റാൻഡ് തൂക്കുക, ക്ലീൻ ചെയ്യേണ്ട സ്ത്രീ. അവരുടെ ജോലി മുനിസിപ്പാലിറ്റി സ്ത്രീയാണ് ക്ലീൻ ചെയ്യുന്നത്. ഒരു മനുഷ്യന് സൂപ്പർവൈസ് ചെയ്യാനില്ല. പക്ഷെ ആ സ്ത്രീക്ക് തോന്നുന്നത് അവന്റെ ഉത്തരവാദിത്തമാണ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. മനസ്സിലായോ? അപ്പോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ള ആൾക്കാരെ ഞാൻ കേരളത്തിൽ കാണുന്നില്ല. അവന്റെ ഡ്യൂട്ടിയാണ്, ഞാനിപ്പം ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്യേണ്ട ജോലിയാണ്, ഞാൻ തൂത്തോണ്ടിരിക്കേണ്ടതാണ്. ഒരു ഹോസ്പിറ്റലിൽ 10 പേരെ എല്ലാവരും ചൂലാട്ടി വരുന്ന കാണാം. പക്ഷെ ആ ഡ്യൂട്ടി ആണെന്ന് വിചാരിച്ച് ഫീൽ ചെയ്ത് ചെയ്യുന്നതായിട്ടുള്ള ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ ആ ഒരു സ്ത്രീ ചെയ്യുന്ന, ഞാൻ പറഞ്ഞു വെളുപ്പാങ്കാലത്ത് ആരും കാണാനുമില്ല അത് ചെയ്യുന്നത്. അവർക്കൊണ്ട് ഇത്ര മണിക്കൂർ അവരുടെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് ഞാൻ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ സിംഗപ്പൂരിൽ പല ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടണം. അവർ ചെയ്യുന്ന ഈ ലെബറേഴ്സ് ജോബ് അവർ ചെയ്യുന്ന മണിക്കൂർ ചെയ്യുക. അങ്ങനത്തെ ഒരു ഫീലിംഗ് നമ്മളുടെ വർക്കിംഗ് കമ്മ്യൂണിറ്റി ജനറലായിട്ട് കേരളത്തിൽ ഇല്ല. അത് എന്തുകൊണ്ടാണ് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. ഞാനിപ്പം ചെയ്തിട്ടുള്ളത് വിദേശ കമ്പനികളിലേക്ക് ശമ്പളത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചെയ്തില്ല, എന്റെ പണി പോവുമായിരുന്നു, അതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പണി ഇവിടെ ചെയ്തില്ലെങ്കിൽ പണി കളയാൻ നമുക്ക് പറ്റുമോ? ഇതൊക്കെ പറയാൻ ഞാൻ ആളില്ല. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പപ്പേ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ ഇനിയുള്ളത്? പപ്പയ്ക്ക് സ്വന്തമായിട്ടുള്ള സ്വപ്നങ്ങള്, പപ്പയ്ക്ക് മമ്മിക്കുള്ള ഈ ഐമനം ഗ്രാമത്തിനുള്ള സ്വപ്നങ്ങള്, ഈ രാജ്യത്തിനുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്കുള്ള സ്വപ്നങ്ങൾ എന്താണുള്ളത്? ഇത് ഏതാണ്ട് ടച്ച് ചെയ്യാൻ സ്വപ്നങ്ങളൊക്കെ നല്ല സ്വപ്നങ്ങൾ ഇതുവരെ ഉള്ളത് തന്നെ. നമ്മളെ ഇതിൽ പറയത്തില്ലേ, ഗീതയെ പറയുന്ന പോലെ ഇതുവരെ നടന്നെല്ലാം നല്ലതാണ്, ഇപ്പൊ നടക്കുന്നത് നല്ലത്, ഇനി നടക്കാൻ പോകുന്നത് നല്ലത്. ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇനി നടക്കാൻ പോകുന്നത് നല്ലത്. അതിന് ഓഫ്കോഴ്സ് നമ്മുടെ ലീഡർഷിപ്പ് കുറെ കൂടെ അതിനുള്ള സാധ്യതകളെ കുറെ കൂടെ ഡൈനാമിക് ആക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല എന്തൊക്കെ ചെയ്യാന്ന്. അത് മൊത്തത്തില് ഒരാൾ തന്നെ വിചാരിച്ചൊന്ന് ശരിയാക്കാവുന്ന ഒരു, പക്ഷെ ഈ ചിലപ്പോൾ ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഇത് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മാറാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഡിസിപ്ലിൻ? നമ്മുടെ ആൾക്കാർ തന്നെ വേറൊരു നാട്ടിൽ ചെല്ലുമ്പം ഈ സിംഗപ്പൂരിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. സോ ഞാനിപ്പോ ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ പോയി, അവരുടെ ക്യാപിറ്റലിന് സിഡ്നി അല്ലല്ല സെൻട്രൽ മെൽബണിൽ പോയി. മെൽബോൺ അവരുടെ ക്യാപിറ്റലിൽ പോയത് കാൻബറ. അവിടെ നമ്മുടെ പാർലമെന്റ് ആണ്. ഞങ്ങൾ വലിയൊരു ക്യൂ. ഞങ്ങൾ പോയി ഒരു പകുതി ദൂരം ആയപ്പോൾ തന്നെ ഒത്തിരി വലിയൊരു ഇവിടെ നിന്ന് ഒരു 300 മീറ്ററെങ്കിലും കൂടുതലാണ് അല്ലെങ്കിൽ ക്യൂവിൻ്റെ നീളം. ഒരു പകുതി ആയപ്പോൾ തന്നെ മോൻ പറയുന്നു, എടാ പപ്പം പുറത്തിറങ്ങി നമുക്കൊരു ഫോട്ടോ എടുക്കാം. അത് പാർലമെന്റ് ഹൗസോടെ വെച്ചു പുറത്തോട്ട് ഫോട്ടോ എടുത്തു. തിരിച്ചു ചെന്ന് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങള് ആ ക്യൂയിലോട്ട് കയറി. എൻ്റെ മകൻ ആ ക്യൂവിന്റെ ഏറ്റവും പുറകിൽ നിന്നു. മനസ്സിലായില്ല. അപ്പം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ക്യൂ ഞങ്ങൾ അകത്ത് കയറി കഴിയുമ്പോൾ എന്നോട് മകൻ ചോദിക്കുന്നു, പപ്പ എന്നെ പണിയാ കാണിച്ചേ? ആ ക്യൂവില് പപ്പ എങ്ങനെ അവിടെ പോയി ക്യൂ പോയിരുന്നു? ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ആ ക്യൂവിന്റെ അകത്ത് ഇറങ്ങി ആ ക്യൂവിലോട്ട് കയറിയിരുന്നു. ആദ്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അതിപ്പോ ഞാൻ എന്റെ സ്ഥാനത്തായിരുന്നു. അതിന് അവിടെ മരുമകളും ഉണ്ടാവണം. പപ്പ പഠിക്കണം. ഇതൊക്കെ പപ്പ ഇത്രയും കാലം ഇത്രയും പ്രായമായി, പപ്പ എവിടെയെല്ലാം പോയിട്ടുള്ള ഇങ്ങനെയാണ് ചെയ്യുന്നത്. പപ്പ ആ ക്യൂവിൽ നിന്ന് ഇറങ്ങിയാൽ പപ്പ ആ ക്യൂവിന്റെ പുറകിൽ നിൽക്കേണ്ടതാണ്, പപ്പ പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ മോനെ അങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങിയ അതാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനുണ്ട്. നമ്മുടെ സൊസൈറ്റി പഠിക്കാനുണ്ട്, പെരുമാറാൻ പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ ജനറൽ മാനേജർ പറഞ്ഞു, ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ജനറൽ മാനേജർ ഒരു കാര്യം, അത് ആ പുള്ളി വരികയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം, പുള്ളി വരികയാണെങ്കിൽ ഞാൻ വിളിച്ചേക്കാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം പുള്ളിയെ കണ്ടപ്പം പുള്ളി എന്നോട് പറഞ്ഞു, വൈ ജോൺ യു ഡിഡ് നോട്ട് കോൾ മീ? ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളി വന്നില്ലെന്ന്. ഇഫ് ഈസ് കമ്മിങ് ഓർ നോട്ട് കമ്മിങ് യു ഷുഡ് ഹാവ് ടോൾഡ് മീ.
Is this the way your Indians are doing? Say, I felt. അപ്പോഴേ എനിക്ക് മനസ്സിലായത് we are supposed to tell whether this whether happening or not. I am supposed to report. അല്ലാതെ ഇത് സംഭവിച്ചാൽ ഇവിടുത്തെ പോലെ നാളെ ജോലിക്ക് വന്നേക്കാം, പിന്നെ വിളിച്ചു ചോദിക്കുമ്പോ സാറേ ഇന്നില്ല നാളെ വരാം കേട്ടോ, പിന്നെ ഇല്ല സാറേ 2 ദിവസത്തിന് എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെയല്ല. കമ്മിങ് മീൻസ് ഇറ്റ് ഇസ് കമ്മിങ്. If not able to come, tell. Say, I am not able to come, I will not be able to come tomorrow, I will be able to come day after tomorrow only. They should be able to say. ആ ഡിസിപ്ലിൻ ഇതൊക്കെ പഠിക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ സാമാന്യ മര്യാദകളും ഒക്കെ പഠിപ്പിക്കണം. അതിപ്പോ എങ്ങനെ പഠിപ്പിക്കും, ആര് പഠിപ്പിക്കും? ഇപ്പൊ നമ്മൾ US പോകുമ്പോൾ അവിടെ വഴിയിലൊക്കെ വെച്ചിരിക്കുന്നു, തേൻ വിൽക്കാൻ വെച്ചിരിക്കുന്നു, കുപ്പി ഇത്ര $, ഇട്ടച്ച് രൂപ ഇട്ടച്ച് തേൻ എടുത്തോണ്ട് പോകണം. അല്ലെ ആപ്പിൾ ഇത്ര കിലോയ്ക്ക് ഇത്ര അവിടെ തൂക്കി എടുത്തോണ്ട് പോകണം. ഇവിടെ എങ്ങാണ് ഞാനിവിടെ തേനിവിടെ വഴി വെച്ചിട്ട് തേനിന് ഇത്ര ഒരു കുപ്പിക്ക് എന്തോ കുപ്പി വെച്ചു പോയാൽ എനിക്ക് കുപ്പിയും കിട്ടിയത്. അപ്പൊ ഇത് നമ്മൾ ഇന്ത്യക്കാര് എല്ലാം നമ്മൾ ഏറ്റവും പരിശുദ്ധമായ നമ്മള് പുരാണങ്ങളൊക്കെ പറയുന്ന, അതുപോലെ തന്നെ ഏറ്റവും അവിടെ കണ്ട് ചെറുപ്പക്കാർ പെണ്ണുങ്ങള് പകുതി വേഷത്തില് കാട്ടിലൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകണം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ കോട്ടയം ടൗണിൽ കൂടെ രാത്രി നടന്ന വിവരം അറിയും, നല്ല ഡ്രസ് നടന്നിട്ട് ഒറ്റയ്ക്ക് നടന്ന വിവരം അറിയും. അപ്പൊ നമ്മളുടെ എന്ത് പറയുന്ന നമ്മുടെ സദാചാരവും മനസ്സും സദാചാരവും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് എങ്ങനെ നന്നായിക്കൊണ്ട് വരാൻ പറ്റും? അത് നമ്മള് ഒരു റിലീജിയനെ കുറ്റം പറയത്തില്ല, നമ്മളെല്ലാവരും റിലീജിയസ് ആണ്. നമ്മൾ ആരും ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് അത് വിശ്വസിച്ച് ചെയ്യണമെന്നുള്ള ഒരു ഡിസിപ്ലിൻ നമുക്കില്ല. എന്തോ ഒരു ലാക്കിംഗ് ഉണ്ട്. അത് എല്ലാ റിലീജിയനിലും ഉണ്ട്. നമ്മുടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ആൾക്കാർ തന്നെ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ആ രീതി ജീവിക്കാൻ പഠിക്കുന്നുണ്ട്. അത് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ തിരുത്താൻ പറ്റുമെന്നുള്ളത് നമ്മളിവിടെ ഉള്ള എനിക്കറിയത്തില്ല, എനിക്കതിനുള്ള അധികാരമില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഇന്ന രീതി ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ഞാനും എന്റെ ഭാര്യയോട് അത് പറഞ്ഞു, ഭാര്യ എന്നോട് പറയുകയും ഞങ്ങൾ പരസ്പരം പഠിപ്പിക്കുകയും ഞങ്ങൾ പരസ്പരം ഞങ്ങളെ മകളെ പഠിപ്പിക്കുകയും ആ മക്കൾ ഞങ്ങളെ പഠിപ്പിക്കുകയും കൂടെ ചെയ്ത് അവര് പറയുന്നത് കൂടെ ഞങ്ങൾ കേട്ട് ഞങ്ങളെങ്കിലും മാറാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഓരോരുത്തരും ചെയ്താലേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ചോദിച്ചതൊക്കെ കോൾ വരുന്നുണ്ട്. ഇതോടെ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഇന്റർവ്യൂ ഈസ് ഓവർ.